ക്കുന്നതിന് മുമ്പ് നാട്ടിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ബാംഗ്ലൂർ വില കൂടുതലാണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട്. മാത്രമല്ല നമുക്ക് വേണ്ട ബാഗ്, പിന്നെ പെന്ന്, പെൻസിൽ, ഇറേസർ, അങ്ങനത്തെ എല്ലാ സ്റ്റേഷനറി സാധനങ്ങളും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ ഞങ്ങൾ ഡിമാർട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നാട്ടിൽ നിന്ന് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ബാഗ് ഹൗസിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഡിമാർട്ടിൽ നല്ല വില കുറവാണ്, എല്ലാ സാധനത്തിനും നല്ല വില കുറവാണ്. സ്റ്റേഷനറി സാധനത്തിനൊക്കെ വില കുറവാണ്. ഞങ്ങൾ സാധാരണ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്, വീഡിയോ കാണുന്നത്. ചോക്കോ എന്ന് പറയും. പാലിട്ടിട്ട് കൊടുത്താൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിഞ്ചാണ്. പിഞ്ചി സേവനം ചെയ്തതാണ്. ആരോ ഐസ്ക്രീം ഓപ്പൺ ചെയ്ത് പോയതാണ്. പിഞ്ചിൻ്റെ കണ്ണ് നേരെ അതിലേക്ക് പോയതുകൊണ്ട് പിഞ്ച് അത് ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ നിന്ന് ഞങ്ങൾ ബാഗ് ഹൗസിൽ നിന്നാണ് സാധനം വാങ്ങിയിട്ട്, പരപ്പനങ്ങാടി ബാഗ് ഹൗസിൽ നിന്നാണ് ഈ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബാഗ് ഹൗസിലത്തെ എല്ലാ പ്രൊഡക്റ്റും നല്ല പ്രൊഡക്റ്റാണ്. ബാഗ് ഹൗസിലത്തെ റേറ്റൊക്കെ നോക്കിയപ്പം ഈ ഒരു പ്രാവശ്യം ചെറുതായിട്ട് കുറച്ച് റേറ്റ് അവർ കൂട്ടിയിട്ട മാതിരിയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവർക്ക് ആൾ കൂടിയതിൻ്റെ അതാവോ എന്താണെന്ന് അറിയില്ല. ഇനി ഞങ്ങൾക്ക് തോന്നിയതാണെന്ന് അറിയില്ല. ഞാൻ സാധാരണ അവിടെ നിന്നാണ് ബാഗൊക്കെ ഞാൻ വാങ്ങുന്നത്. മാത്രമല്ല അവരെ ഷോപ്പ് നമ്മളെന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് ഉണ്ടാവും. ഇതിലും ടൈം പഞ്ചൊക്കെ വന്ന് അവരെന്നെ സെറ്റ് ചെയ്ത് തരണം നമുക്കത്. ഇത് ഞങ്ങൾ ഡിമാർട്ടിൽ ഞങ്ങൾ കുറച്ചുകൂടി സാധനം ഞങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യേണ്ടത്, അതിൻ്റെ പേരിൽ ഡിമാർട്ട് പോയതായിരുന്നു. ബാംഗ്ലൂരിനെ വെച്ചിട്ട് ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിമാർട്ട്, വിശാൽ മാർട്ട്, അങ്ങനത്തെ മാർട്ടിലൊക്കെ നമുക്ക് നല്ല വില കുറഞ്ഞിട്ട് സാധനമൊക്കെ നമുക്ക് കിട്ടും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരുന്നു ഡിമാർട്ട് പോയിട്ടുണ്ടായിരുന്നത്. പുസ്തകം, ബാഗ്, പെന്ന് എല്ലാം നമുക്ക് ഈ പെണ്ണ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നി. നമ്മൾ ആദ്യത്തെ ഇതൊക്കെ ഓർമ്മ വന്നു, കുട്ടിക്കാലൊക്കെ ഓർമ്മ വന്നു. റെയിനോൾസ് പിന്നെ മാത്രമല്ല ഒരുപാട് പിള്ളേർക്കുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, സ്റ്റേഷനറി സാധനങ്ങളുണ്ട്. സ്കൂളിലേക്ക് ആവശ്യമുള്ള എല്ലാ സ്റ്റേഷനറി സാധനങ്ങളുണ്ട്. വിലയും കുറവാണ്. നമ്മൾ പിന്നെ നാട്ടിലത്തെ റേറ്റും ഇവിടുത്തെ റേറ്റും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയപ്പം ബാഗിനൊക്കെ നാട്ടിനേക്കാളും റേറ്റ് കുറവാണ്. അപ്പം നമുക്ക് ആ ഒരു നാട്ടിലത്തെ ഷോപ്പിനോടൊക്കെ നമുക്ക് ചെറിയൊരു ദേഷ്യമൊക്കെ തോന്നി. കാരണം അവർ നമ്മളെ ചാമ്പ്യൻ എന്നുള്ള ഒരു സംശയമൊക്കെ നമുക്ക് വന്ന്. പക്ഷേ അനിയൻ്റെ മകനക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു രണ്ടോ ദിവസം സ്കൂള് പോയപ്പോഴത്തിന് ബാഗിൻ്റെ കൈ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ബാഗ് ഹൗസിൻ്റെ ഒരു ബാഗിൻ്റെ ഒക്കെ ഇതെത്ര ഉണ്ടെന്നുള്ള നമുക്ക് മനസ്സിലായി. മാത്രമല്ല അവർ റേറ്റ് എന്താണ് കുറച്ച് കൂടുതലെന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. മോനിക്ക് ഈ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഓരോരുത്ത ബാഗാണത്. അവർക്ക് എല്ലാവരും വേണം. അവർക്ക് സ്പൈഡർമാൻ വേണം, ഹൽക്ക് വേണം, എല്ലാവരും അവർക്ക് വേണം, ക്യാപ്റ്റൻ അമേരിക്കൊക്കെ അവർക്ക് വേണം. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അവനൊരു ബാഗ് പിടിച്ചിരുന്നിട്ടുണ്ട് അവന്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ ഈ ബാഗുകൾ അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ ഒരു 50-100 അധികം കൊടുത്താലും നാട്ടിൽ തന്നെ വാങ്ങിയിട്ട് വന്നാൽ നമുക്ക് നല്ല പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ അനിയൻ്റെ മകന് ഇവിടുന്ന് ബാഗ് വാങ്ങിയിട്ട് 2 ദിവസം കൊണ്ട് ബാഗിൻ്റെ കൈ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് പൊട്ടിയതാണോ എന്താണെന്നറിയില്ല. പുസ്തകമൊന്നും അധികം വെയിറ്റ് ഒന്നുമില്ല. എല്ലാ പ്രൊഡക്റ്റും ഇവിടെ ഉണ്ട്. ഇവിടെ വില കുറവാണ്. നമ്മളെ ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ എനിക്ക് തോന്നുന്നത് നാട്ടിനേക്കാളും വില കുറവാണെന്നാണ് തോന്നുന്നത്. നമ്മൾ നാട്ടിൽ വില കൂടുതലാണെന്ന് എഴുതിയിട്ട് ഇവിടുന്ന് നാട്ടിൽ സാധനം എല്ലാം കൂടെ വാരി വിളിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഡിമാർട്ടിൽ പോലത്തെ ഷോപ്പിംഗ് മോളിലൊക്കെ വന്നാൽ നമുക്ക് നല്ല വില കുറഞ്ഞ് കിട്ടും. അത് ബാംഗ്ലൂരിലെ ഒരുവിധം ഫാമിലിക്കൊക്കെ അത് അറിയാൻ പറ്റും. മാത്രമല്ല ഡിമാർട്ടിൽ പോകുമ്പോൾ നമ്മൾ ടൈം ഉണ്ടാക്കിയിട്ട് പോകണം. കാരണം നല്ല ക്യൂ ആണ് അവിടെ. നമ്മളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ സാധനം ബില്ലടിക്കുന്നോട് നല്ല ക്യൂ നിൽക്കണം. നമ്മൾ സമയമില്ലാത്തൊരു ഡിമാർട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ഷമ എല്ലാം പോകും. അപ്പം നല്ല സമയം എടുത്ത് പോയാൽ മതി. വീഡിയോയിൽ കാണാൻ പറ്റാത്തടത്തോളം ക്യൂ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.